മക്കളെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം റൂട്ട് ടുവിനെ എങ്ങനെ നമ്പർ ലൈനിലാക്കാം. നമ്മൾ ഇതിനു മുമ്പ് സാർ ഒരു വീഡിയോയിൽ √5 നമ്പർ ലൈനിലാക്കി സാർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. റെപ്രസെൻറ്റ് √2 ഓൺ ദി നമ്പർ ലൈൻ. നമുക്ക് ആദ്യമേ ഈ 2 എന്ന് പറയുന്നത് നമുക്ക് പറയാം 1² + 1². നമുക്ക് 2വിനെ 1² + 1² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു നമ്പർ ലൈനിൽ ഇത് സെൻറ്ററാണ്, 0 എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ ഇങ്ങോട്ട് 1 എടുത്താൽ, ഇങ്ങോട്ട് 1 ഒരു യൂണിറ്റ് എടുത്തു, ഇങ്ങോട്ടും ഒരു യൂണിറ്റ് എടുത്താൽ നമുക്ക് OA 1 ആണ്, AB 1 ആണ്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് OB² = OA² + AB². OB² = OA² + AB². അതായത് 1² + 1² = 2. അതുകൊണ്ട് OB = √2. നമുക്ക് OB √2 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ OB √2 ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് OB √2 ആയിട്ട് കിട്ടിയേ? ഈ OA 1 യൂണിറ്റ് എടുക്കുക, AB 1 യൂണിറ്റ് എടുക്കുക. അങ്ങനെ വരുമ്പം ഒരു 90 ഡിഗ്രി ആംഗിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ OB² = OA² + AB². അതായത് OB² = 1² + 1² 2. അപ്പം നമുക്ക് OB = √2 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു കോമ്പസ് വെച്ച് നമ്മളിങ്ങനെ ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ Pയിൽ നമ്മളിത് ഈ സർക്കിൾ മുട്ടിയാൽ OP എത്രയായിരിക്കും? ഈ OPയും OBയും ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ OBയെ സർക്കിളിൻ്റെ റേഡിയസ് ആക്കി എടുത്തുകൊണ്ട്, OBയെ സർക്കിളിൻ്റെ റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിള് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും OP = OB ആയിരിക്കും. അപ്പോൾ OP √2 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ നമ്പർ ലൈനിൽ OP എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ആണ് √2 ആയിട്ട് വരുന്നത്. നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് നമ്പർ ലൈൻ കാണിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ഡിസ്റ്റൻസ് 1 ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ നമുക്കിവിടെ OP ഈ ഡിസ്റ്റൻസ് √2 വരും. സർക്കിൾ നമുക്ക് ഇങ്ങനെ കോമ്പസ് വെച്ച് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന OR ഈ വരുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്പർ ലൈനിൽ √2 ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് √5 വരയ്ക്കാം. √5നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 5 = 2² + 1² എന്ന് വെച്ചു. ഇവിടെ നമുക്ക് 2 എന്ന ഡിസ്റ്റൻസും ഇവിടെ 1 എന്ന ഡിസ്റ്റൻസും എടുത്തു. അപ്പം നമുക്ക് റേഡിയസ് √5 കിട്ടി. എന്നിട്ട് കോമ്പസ് വെച്ച് വരച്ചപ്പം √5 നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ മക്കൾ വരച്ച് തന്നെ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പഠിക്കണം. അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മക്കൾ വരച്ചതിന് ശേഷം സാറിനൊരു കമൻറ്റ് അറിയിക്കണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കളൊന്ന് ഷെയർ ചെയ്യണം.